ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ മോചനത്തിനായി തൃശൂരിൽ പൊതുയോഗം ചേരുന്നു. ചന്ദ്രബോസിന്റെ മരണം യാദൃച്ഛികമാണ് എന്നും കാരുണ്യവാനായ നിസാമിനെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കി നോട്ടീസ് ഇറക്കിയാണ് ഇന്ന് യോഗം വിളിച്ചത്. ദിൽജിത്ത് ചേരുന്നു തൃശൂരിൽ നിന്ന്. ദിൽജിത്ത്, ഈ പൊതുയോഗം ആരംഭിച്ചോ? നിസാമിന്റെ ജന്മദേശമായ അന്തിക്കാട് മുത്തിച്ചൂരിലാണ് ഇപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് യോഗത്തിന് തുടക്കം കുറിച്ചത്. പ്രാദേശിക നാട്ടുകാരും പ്രാദേശിക നേതാക്കളും അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ നിസാമിന്റെ ബന്ധുക്കൾ ആരും തന്നെ യോഗത്തിന് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നിസാമിന്റെ അടുത്ത സുഹൃത്തുക്കളും നിസാമിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 200-നടുത്ത് ആളുകൾ എത്തിയിട്ടുണ്ട്. മുതിച്ചൂർ ജംഗ്ഷനിലെ ഒരു ഓഡിറ്റോറിയത്തിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ഈ മീറ്റിംഗിന് ഒരു യോഗത്തിലൂടെയാണ് ഇത്തരത്തിൽ മീറ്റിംഗ് ചേരുന്നതായുള്ള ഒരു വിവരം തൊഴിലാളികളെയും നിസാമിന്റെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും അടക്കം അറിയിച്ച ഇത്തരത്തിലൊരു യോഗം വിളിച്ചുകൂട്ടിയത്. പേര് വ്യക്തമാക്കാത്ത ഒരു നോട്ടീസിലൂടെയാണ് ഇത്തരത്തിൽ യോഗത്തിനായുള്ള ഒരു ആഹ്വാനം ഉണ്ടായത്. ഈ സംഭവത്തിൽ ചന്ദ്രബോസ് എന്ന സെക്യൂരിറ്റിയുടെ മരണം അത് യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും അതിൽ തങ്ങൾക്ക് ഖേദമുണ്ടെന്നും രേഖപ്പെടുത്തിയ ശേഷം നിസാമിനെ മഹത്വവൽക്കരിക്കുന്ന വാചകങ്ങളാണ് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത്തരത്തിൽ പരോപകാരിയും ധനസഹായം നൽകുന്ന ആളുമായിരുന്ന നിസാമിനെതിരെ ചന്ദ്രബോസ് വധക്കേസിന്റെ വിചാരണ വേളയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നതടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ യോഗത്തിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ പുറത്തേക്ക് മാറ്റി നിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യോഗത്തിന് ശേഷം യോഗത്തിൽ ചർച്ചയാകുന്ന കാര്യങ്ങളെപ്പറ്റി സംഘാടകർ മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദിൽജിത്ത് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.